അങ്ങനെ നമ്മുടെ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ റിസൾട്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോടതിയിൽ നിന്ന് ഏറ്റവും പുതിയ ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയായിരുന്നു എന്തായിരിക്കും വിധി വരാനായിട്ട് പോകുന്നതെന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് CCAA കാൻഡിഡേറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരു കേസിന് പ്രകാരം നിലവിലെ സാഹചര്യത്തിൽ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പാടില്ല എന്നായിരുന്നു കോടതി അനൗൺസ് ചെയ്തത്. അത് കഴിഞ്ഞ മാസം 15-ാം തീയതി ആയിരുന്നു വരെ അനൗൺസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. വീണ്ടും ജഡ്ജി ലീവായിരുന്നു. അങ്ങനെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു കേസിന്റെ ഹിയറിംഗ് നീട്ടിവെക്കുകയുണ്ടായി. അപ്പോൾ ഇന്നലെ 22-ാം തീയതി കഴിഞ്ഞിട്ടുള്ള ഹിയറിംഗിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഹിയറിംഗ് മെയ് മാസം 5-ാം തീയതിയിലേക്ക് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആർക്കും ഒട്ടും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയല്ല ഇത്. അതായത് നിലവിലെ സാഹചര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ റിസൾട്ട് 5-ാം തീയതി വരെ എന്തായാലും പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം അടുത്ത ഹിയറിംഗ് 5-ാം തീയതിയിലേക്കാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിത് തെലങ്കാന ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഈ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് അടിച്ച് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു പകർപ്പ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അടുത്ത മാസം 5-ാം തീയതിയിലേക്കാണ് ഈ ഒരു ഹിയറിംഗ് മാറ്റി വെച്ചേക്കുന്നത്. ഇതിന്റെ PDF കോപ്പി അവർ സൈറ്റിൽ വന്നിട്ടില്ല. കുറച്ച് സമയത്തിന് ശേഷം മാത്രമേ അപ്ഡേറ്റ് ആവുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ എന്നിരുന്നാലും 5-ാം തീയതി വരെ എന്തുണ്ട്, നമുക്കിനി റിസൾട്ട് വരില്ല എന്നൊരു ഉറപ്പുണ്ട്. തീർത്തും നിരാശാകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പേഴ്സണലി പറയാനായിട്ടാണെങ്കിൽ CCAA വിഭാഗത്തിൽപ്പെട്ട കുട്ടികളുടെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. അവർ പറയുന്നത് അവരുടെ അപ്രന്റീസ്ഷിപ്പിന് കാര്യമായിട്ടുള്ള വില ലഭിച്ചിട്ടില്ല, അവർക്ക് നോർമലൈസേഷനിൽ പ്രത്യേക പരിഗണന ലഭിച്ചിട്ടില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം 1,08,00,000 കുട്ടികളാണ് ഗ്രൂപ്പ് ഡി പരീക്ഷ ഈ ഒരു വർഷം അറ്റൻഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ CCAA വിഭാഗത്തിൽപ്പെട്ട കുറച്ചു പേരുടെ പ്രശ്നങ്ങൾ മാറ്റി നിർത്തി കഴിയുമ്പോൾ മറ്റു കുട്ടികളുടെ കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കണം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് അവർ ഇന്ന് ഈ ഒരു റിസൾട്ടിന് ശേഷം വേണം ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ മറ്റു പ്രിപ്പറേഷൻസിലോട്ട് കിടക്കണോ, വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കണോ, ഇങ്ങനെ 100ഓളം ചോദ്യങ്ങളുമായിട്ടാണ് ഓരോ നിമിഷവും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒരു വീഡിയോയുടെ താഴെയെങ്കിലും ചോദിക്കാനുണ്ടാവും, സാർ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പോൾ ഇപ്പോഴും ആ ഒരു ടെൻഷനിൽ ഇരിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട്. അതല്ല, വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് പഠിക്കണോ വേണ്ടിയോ എന്നുള്ളത് ഈ ഒരു റിസൾട്ട് അറിഞ്ഞതിന് ശേഷം വേണം തീരുമാനിക്കാൻ എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അപ്പോൾ റിസൾട്ട് എത്രയും പെട്ടെന്ന് വരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ ഏപ്രിൽ അവസാനമോ മെയ് ആദ്യമോ റിസൾട്ട് വരില്ല. കാരണം 5-ാം തീയതി വരെ ഇതിന്റെ ഹിയറിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ വീണ്ടും കുറച്ചുകൂടി നീണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഒരു 1-2 മാസത്തെ ഡിലേ വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാം മാക്സിമം. അപ്പോൾ ഇത് ഒട്ടും ശരിയായൊരു നടപടിയല്ല. ഒരു എന്താ പറയാ, റെയിൽവേ ഉദ്യോഗാർത്ഥികളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളെ വേണ്ടി ഒപ്പം നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് നമ്മളും സൂപ്പർ നോട്ട്സിന്റെ വക എല്ലാ സപ്പോർട്ടുകളും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. നമ്മൾ ഇതിന്റെ പേരിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ആരംഭിക്കുന്നുണ്ട്. കാരണം ഇത് ഇങ്ങനെ ഒരു അനിശ്ചിതത്വത്തിലേക്ക് ഈ ഒരു റിസൾട്ട് പോകാനായിട്ട് പാടില്ല. കാരണം ഇതിങ്ങനെ ഹിയറിംഗ് മാറ്റി വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കേസുകളിൽ ഒരു കേസ് മാത്രമാണ്. പക്ഷേ 1 കോടിയിലധികം വരുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു ഭാവി ഇങ്ങനെ നീട്ടി വെച്ചുകൊണ്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊട്ടും നല്ല കാര്യമായിട്ട് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളും അതൊരു സപ്പോർട്ട് നൽകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ എന്തായാലും ഇതൊരു എന്താ പറയാ, ഇതിൻ്റെതായ രീതിയിൽ നമുക്കൊന്ന് ശ്രദ്ധ പിടിച്ചു പറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം വരും ദിവസങ്ങളിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചാനലിൽ എന്തായാലും ഇട്ടിരിക്കാം. എന്നാലും ആരും പേടിക്കാതിരിക്കുക. നിങ്ങളിപ്പോൾ അടുത്ത ഗ്രൂപ്പ് ഡി പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ആരും മനസ്സ് വിഷമിപ്പിക്കാതിരിക്കുക. കാരണം നമ്മൾ ഈ പരീക്ഷ എന്തായാലും ഏതെങ്കിലും ഒരു ദിവസം എഴുതേണ്ടി വരും. സോ നിങ്ങൾ പഠനം മുന്നോട്ടേക്ക് പോട്ടെ. നമുക്കിതൊരു ചെറിയൊരു തടസ്സമായിട്ട് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. എന്തായാലും ആ തടസ്സം നമ്മൾ മറികടക്കും. സൂപ്പർ നോട്ട്സ് എന്തായാലും കൂടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു തടസ്സം മറികടക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമുക്ക് ഒരുമിച്ചിരുന്ന് തന്നെ തീരുമാനിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള കൺസേൺസോ കാര്യങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ തരാനായിട്ടുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തോ. 8281223366. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാനോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. എന്തായാലും ഇതൊട്ടും അങ്ങനെ നീട്ടി ഇങ്ങനെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഒരാൾക്കും ഉപയോഗം ഉണ്ടാവില്ല. CCAA വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ശരി, അതുപോലെ തന്നെ മറ്റ് നോർമൽ കുട്ടികൾക്കാണെങ്കിലും ശരി, 2 പേർക്കും ചിലപ്പോൾ ഇതൊരു ഉപയോഗമില്ലാത്ത രീതിയിലേക്ക് പോകും. അങ്ങനെ ഒരു നീട്ടി വെച്ചുകൊണ്ട് പോകേണ്ട ഒരു സംഭവമല്ല ഗ്രൂപ്പ് ഡിയുടെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ വിശദമായിട്ട് തന്നെ സംസാരിക്കാം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.